ഹായ്, വെൽക്കം ടു ഓൺ ദി സ്പോട്ട്. ഇറ്റ്സ് മീ സുരാജ്. അപ്പോൾ ഇന്ന് നമ്മുടെ പോലെ ഗസ്റ്റിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു യുവ താരമാണ്. +2 എന്ന ചിത്രത്തിലൂടെ നായക കഥാപാത്രമായിട്ട് മലയാളികളുടെ മനസ്സിലേക്ക് ചേക്കേറി ഇപ്പോൾ ദൃശ്യം എന്ന ഏറ്റവും പുതിയ ചിത്രത്തിലെ മർമ്മപ്രധാനമായ ഒരു റോളിൽ അഭിനയിച്ചിരിക്കുന്ന റോഷൻ ബഷീറാണ് ഇന്ന് ഓൺ ദി സ്പോട്ടിൽ. റോഷൻ ബഷീർ, വെൽക്കം ടു ദ ഷോ. അപ്പോൾ മലയാള സിനിമയിൽ ദൃശ്യം ഒരു വ്യത്യസ്തമായ ചിത്രമാണ്. ഒരുപാട് നാളുകൾക്ക് ശേഷം എല്ലാ മലയാളികളും ഒരേ സ്വരത്തിൽ സംസാരിക്കുന്ന ചിത്രം ദൃശ്യം. ആ ദൃശ്യം എന്ന ചിത്രത്തിലെ വരുൺ എന്ന കഥാപാത്രം, അത് കണ്ടിറങ്ങുന്ന ഈ സിനിമ കണ്ടിറങ്ങുന്ന എല്ലാവരുടെയും മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു കഥാപാത്രമാണ് വരുൺ. ഒരു നെഗറ്റീവ് ടച്ചുള്ള കഥാപാത്രം. അപ്പോൾ ഈ കഥാപാത്രം എങ്ങനെ എത്തിച്ചേർന്നു റോഷനിലേക്ക്? എന്തായിരുന്നു അതിൻ്റെ പിന്നിലുള്ള ഒരു കഥ? ഇത് സത്യം പറഞ്ഞാൽ ഞാൻ ഈ ക്യാരക്ടർ വരുന്ന ഈ സമയത്ത് ഞാനൊരു ബാർബർ ഷോപ്പിൽ മുടി വെട്ടിക്കൊണ്ട്, ഞാൻ വെട്ടല്ല, എൻ്റെ മുടി വെട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം പപ്പയുടെ കോൾ വന്നു. ഞാൻ നോർമലി എടുത്തിട്ട് വന്നു. പപ്പ, ഞാൻ ബാർബർ ഷോപ്പിൽ എന്താ ചോദിച്ചു, നീ കഴിഞ്ഞിട്ട് വിളിക്കുന്നുണ്ട്. ഞാൻ കഴിഞ്ഞിട്ട് വിളിച്ചപ്പോൾ പറഞ്ഞു, നീ ഫ്ലാറ്റിലേക്ക് പോവാ, ഞാൻ അവിടെ വെയിറ്റ്. ഫ്ലാറ്റിലേക്ക് പോയി. അവിടെ എത്തിയപ്പോൾ പപ്പ പറഞ്ഞു, അൻസാർ ഖാൻ എന്ന് പറയുന്ന ഒരു പപ്പയുടെ ഒരു ഫ്രണ്ട്. പപ്പ ഈ 10-12 വർഷമായിട്ട് ഫീൽഡിലുള്ള ഒരാളാണ്. ഓക്കെ. അൻസാർ ഖാൻ എന്ന് പറയുന്നൊരു പപ്പയുടെ ഫ്രണ്ട് ഉണ്ടായിരുന്നു. അപ്പം ഇങ്ങനെ ഒരാൾ വിളിച്ചിട്ടുണ്ട്, ഒരു പുതിയ സിനിമയാണ്, ഡയറക്ടർ ജീത്തു ജോസഫ് സാറാണ്. അപ്പം തന്നെ എൻ്റെ കിളി പോയി. അപ്പം എന്നോട് ഫോട്ടോ അയക്കാൻ പറഞ്ഞിട്ടുണ്ട്, അയച്ചു എന്ന് പറഞ്ഞു. അപ്പം ഞാൻ എൻ്റെ കുറച്ച് സ്റ്റിൽസ് എടുത്ത് അയച്ചു കൊടുത്തു. അയച്ചു കൊടുത്തപ്പം ജീത്തു സാറിനെ ഞാൻ വിളിച്ച് പറഞ്ഞു, ഞാനിങ്ങനെ ഫോട്ടോ അയച്ചിട്ടുണ്ട്, അൻസാർ ഖാൻ പറഞ്ഞിട്ട് വിളിക്കുകയാണ്. ഓക്കെ റോഷൻ, ഞാൻ ചെക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ജീത്തു സാർ കുറച്ച് കഴിഞ്ഞിട്ട് എന്നെ തിരിച്ച് വിളിച്ചു. നാളെ ഇങ്ങനെ ഞങ്ങളുടെ ഒരു ഓഫീസുണ്ട്, അവിടെ വാ, ബാക്കി അവിടെ വെച്ച് പറയാമെന്ന് പറഞ്ഞു. ഓക്കെ. അപ്പം ഞാൻ വലിയ പ്രതീക്ഷയൊന്നുമില്ല. നോർമലി നമ്മുടെ അടുത്ത് എന്തെങ്കിലുമൊക്കെ സംസാരിക്കാൻ വേണ്ടി ഞാൻ ചെന്നപ്പം ജി സാർ പറഞ്ഞു, യു ആർ സെലക്റ്റഡ്, നിങ്ങൾ തന്നെയാണ് ആ ക്യാരക്ടർ ചെയ്യുന്നത്. അപ്പം കഥയും കാര്യങ്ങളൊക്കെ ഞങ്ങൾ സിനിമ തുടങ്ങുന്നതിൻ്റെ തലേദിവസം പറഞ്ഞുതരാം. അപ്പം തന്നെ ഞാനിങ്ങനെ ഷോക്കായിരിക്കുകയാണ്. കാരണം നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യുന്നില്ല, ജിത്തു സാറുടെ പോലത്തെ ഒരു വലിയൊരു ഡയറക്ടർ മൂവിയിൽ നമുക്ക് ഒരു ഭാഗമാക്കാൻ കഴിയുന്ന ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ല. അപ്പം ഇങ്ങനെയായിരുന്നു ഈ സിനിമയിലേക്കുള്ള ഒരു എൻട്രി എന്ന് പറയാം. പിന്നെ സെലക്റ്റഡ് ആയി, സെലക്റ്റഡ് ആയി. അതിനുശേഷമാണ് കഥ കേട്ടത്. അതെ. ഈ കഥ കേട്ട് കഴിഞ്ഞപ്പോൾ എന്ത് തോന്നുന്നു? കഥ കേട്ടപ്പോൾ ഇതിന്റെ വേറൊരു പ്രത്യേകത പറഞ്ഞാൽ ഇതിന് ഓരോ സീനും സസ്പെൻസ് ഉണ്ട്. കണ്ടതാണല്ലോ, ഓരോ സീനും സസ്പെൻസ് ഉണ്ട്. അപ്പം നമ്മുടെ എല്ലാ ഹോൾ സ്റ്റോറി പറയാതെ നമ്മുടെ ക്യാരക്ടർ എന്താണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അവർ പറഞ്ഞു തരും. പക്ഷെ എന്നാലും കൂടെ അവർ ഒരു 90% മാത്രം പറഞ്ഞ് 10% അവർ റിവീൽ ചെയ്യില്ല. അത് അങ്ങനത്തെ ഒരു ടിപ്പിക്കൽ ക്യാരക്ടറാണ് ഞാൻ ഇത് ചെയ്തിരിക്കുന്നത്. അപ്പം എനിക്ക് ഈ സിനിമയെക്കുറിച്ച് എൻ്റെ ക്യാരക്ടറിനെ കുറിച്ച് മാത്രമേ ഒരു ഐഡിയ ആയിരുന്നുള്ളൂ. അത് വെച്ചിട്ടാണ് ഞാൻ അഭിനയിച്ചിരുന്നത്. പക്ഷേ സിനിമ വന്ന് അതിൻ്റെ ഒരു ഔട്ട്പുട്ട് വന്നപ്പോൾ, മൂവി കണ്ടിറങ്ങിയപ്പം ഞാൻ ആലോചിച്ചു, ഇത്രയും 5-6 സീനെ ഞാൻ ഉള്ളതും കൂടെ, പക്ഷെ സിനിമയിൽ ത്രൂ ഔട്ട് ആ വരുൺ എന്ന് പറയുന്ന ക്യാരക്ടറിനെ എന്താ ബൂസ്റ്റപ്പ് ചെയ്തിട്ടാണ് സിനിമ. 6 സീൻ മതിയല്ലോ ആ സിനിമയുടെ. എനിക്ക് തോന്നുന്നു, ഞാൻ പറഞ്ഞില്ല നേരത്തെ പറഞ്ഞ പോലെ മർമ്മപ്രധാനമായ ഒരു റോള് അല്ലേ. സത്യത്തിൽ സിനിമ ഒരു നോർമലി പോയിക്കൊണ്ടിരുന്ന ഒരു സിനിമയെ വരുൺ എന്ന കഥാപാത്രം നേരെ ചെന്നിട്ട് പിന്നെ കംപ്ലീറ്റ് അവിടെ മാറ്റിമറിക്കുകയാണ്. അപ്പൊ അത്തരത്തിലുള്ള റോള്, അതായത് അരുൺ ചെയ്യാൻ പോകുന്ന സമയത്ത് നമുക്ക് കേൾക്കുകയാണ് ഈ കഥ കേൾക്കുമ്പോൾ തന്നെ. കാരണം +2 എന്ന സിനിമയിൽ നായകനായിട്ടാണ് വന്നത്. അതിനുശേഷം ഇതൊരു നെഗറ്റീവ് ടച്ചുള്ള ക്യാരക്ടർ. എനിക്ക് തോന്നുന്നു ജീത്തു ജോസഫ് സാറിന്റെ സിനിമയിൽ ലാലേട്ടന്റെ ഓപ്പോസിറ്റ് ക്യാരക്ടർ നിൽക്കുകയാണ്. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഒരു പേടിയോ ടെൻഷൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നു? പേടിയില്ലായിരുന്നു. കാരണം ലാലേട്ടൻ്റെ കൂടെ എനിക്ക് ഇതിനു മുന്നേ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. ഞാൻ റെഡ് വൈൻ എന്ന സിനിമയിൽ ലാലേട്ടൻ്റെ കൂടെ കോമ്പിനേഷൻ സീൻസ് ഒക്കെ ഉണ്ട്. പക്ഷേ ഈ സിനിമയിൽ എനിക്ക് ലാലേട്ടനായിട്ട് കോമ്പിനേഷൻ സീൻസ് ഒന്നും ഇല്ല. അതാണ് ഒരു പ്രത്യേകത. പക്ഷേ കോമ്പിനേഷൻ സീൻസ് ഉണ്ട്. അത് നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് അറിയാം, എങ്ങനെ വരുന്നത് അറിയാം. ടെൻഷൻ ഇല്ല. പക്ഷേ ഇത്രയും വലിയൊരു ബ്രാൻഡ് മൂവി, ആന്റണി പെരുമ്പാവൂർ സാറാണ് എൻ്റെ പ്രൊഡ്യൂസർ, ജീത്തു സാറ്, ലാലേട്ടൻ, മീന ചേച്ചി, അങ്ങനെ എല്ലാ തുടർന്ന് ഒരു വലിയൊരു ബ്രാൻഡ് സിനിമയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സിനിമയിൽ ഭാഗമാകുമ്പോൾ എക്സൈറ്റഡ് ആയിരുന്നു, എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു, ഭയങ്കരമായിട്ട് എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. പക്ഷേ ടെൻഷനൊന്നും ഇല്ലാതെ ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. അതിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെയാണ്? ഇപ്പോൾ ഈ സിനിമ കണ്ടിറങ്ങിയ ആൾ, ഞങ്ങളുടെ ഫ്രണ്ട്സ് ആണെങ്കിലും അല്ലെങ്കിൽ ഒരുപാട് നമ്മുടെ എന്താ പറയുക മലയാള സിനിമ ഫീൽഡിലെ ഫ്രണ്ട്സൊക്കെ ഒരുപാട് ഉണ്ടാവില്ല, അവരൊക്കെ വിളിച്ചിട്ട് എന്താ പറയുന്നത്? എല്ലാവരും വിളിച്ചു പറഞ്ഞു, നല്ല സിനിമ, നല്ല ക്യാരക്ടർ, ഇതെന്തായാലും നിനക്കൊരു ബ്രേക്ക് ആവട്ടെ. അങ്ങനെ ചെയ്തിട്ടുണ്ട്. നല്ല ഫീഡ്ബാക്സ് ആണ്. പിന്നെ എല്ലാവരും പറയുന്നത് ഒരു 10 ചെറിയ സിനിമയിൽ ഭാഗമാകുന്നതിലും ഒരു വലിയൊരു സിനിമയിൽ ചെറിയ ക്യാരക്ടർ ചെയ്ത് അത് സക്സസ് ആകുമ്പം അതിന് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഒരു നടനെ സംബന്ധിച്ച് വലിയൊരു കാര്യമാണ്. അപ്പം അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് ഞാനെന്ന് പറയാം. വളരെ നല്ല ഫീഡ്ബാക്സ്, റിവ്യൂസ്, ഫാമിലി, റിലേറ്റീവ്സ് എല്ലാവരും നല്ല റിവ്യൂസ്, നല്ല അഭിപ്രായമാണ് പറയുന്നത്. ഇപ്പോൾ +2 എന്ന സിനിമയിൽ ഒരു പാവം ചെറുപ്പക്കാരനാണ്, ഒരു പാവം പയ്യനായിരുന്നു. ദൃശ്യം എന്ന് പറയുന്ന സിനിമയിലെ ഒരു വില്ലൻ, അതായത് ആ സിനിമയെ മാറ്റിമറിച്ച ഒരു വില്ലൻ കഥാപാത്രമാണ്. ഈ 2 കഥാപാത്രങ്ങളും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എങ്ങനെയാണ് റോഷൻ്റെ അഭിപ്രായത്തിൽ അത് പോകുന്നത്? +2 എന്ന സിനിമ ഞാൻ ചെയ്തത്, ഞാൻ +2 പഠിച്ചു. +2 കഴിഞ്ഞ് വെക്കേഷൻ്റെ ടൈമിന് ആണ് എനിക്ക് ഓഫർ വന്നത്. അതിൽ എന്താണ് വളരെ പക്വതയില്ലാത്ത ഒരു ക്യാരക്ടറായിരുന്നു. കാരണം +2 എന്ന് പറയുന്ന ഒരു ടീനേജേഴ്സിൻ്റെ പീരീഡാണ്. അപ്പം
അതിൽ എന്താ ഒരു പെണ്ണിനെ പ്രേമിക്കുന്ന ഒരു റൊമാൻറ്റിക് ഹീറോ എന്നൊക്കെ പറയാം, അങ്ങനെയാണ് ചെയ്തത്. പക്ഷേ ദൃശ്യത്തിലേക്ക് വന്നപ്പോൾ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ഇമേജിൽ നിന്ന് ഒരു ട്വിസ്റ്റ് വന്നു. നമ്മൾ ആരും എക്സ്പെക്ട് ചെയ്യുന്നില്ല ഇങ്ങനെ ഒരു ക്യാരക്ടർ ആ +2 അഭിനയിച്ച പയ്യനാണോ ഇത് ചെയ്തതെന്ന് തന്നെ എല്ലാവരും അങ്ങനെ ഒരു ഇതുണ്ട്. പക്ഷേ എന്തായാലും നമ്മൾ കിട്ടുന്ന ക്യാരക്ടർ നമ്മൾ ഭംഗിയായിട്ട് ചെയ്യുക, എന്നാലും നമുക്ക് ഫ്യൂച്ചറിൽ സിനിമകൾ വരും. നമ്മളെ കുറിച്ച് 4 ആൾക്കാരെ നല്ലതെങ്കിലും പറയണമല്ലോ. സിനിമയിൽ വന്നിട്ട് നമ്മളെ കുറിച്ച് ആരും അവനെന്ത് അങ്ങനെ അതിനൊരു ഇതില്ലല്ലോ. ഇപ്പൊ ദൃശ്യം എന്തായാലും അത് മാറ്റിമറിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ? തീർച്ചയായിട്ടും. കാരണം ദൃശ്യം കണ്ടിറങ്ങിയ എല്ലാവരും തന്നെ വരുൺ എന്ന കഥാപാത്രത്തെ മറക്കില്ല. അത് മാത്രമല്ല, എനിക്ക് തോന്നുന്നു നമ്മുടെ മൊബൈൽ ഫോണിന്റെ ഒരു ദുരുപയോഗം വ്യക്തമായിട്ട് കാണിക്കുന്ന ഒരു ചിത്രമാണ് അല്ലേ? അതില് മൊബൈൽ ഫോണാണ് വരുണിന്റെ ഒരു കൂട്ടായിട്ട് നിൽക്കുന്ന ഒരു കഥാപാത്രം. ഇതിൽ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം, ജിത്തു സാർ എന്ന് പറയുന്ന ഡയറക്ടർ എന്ന് പറയുന്നത് ട്രീറ്റ്മെന്റ് ബേസിൽ ഓഡിയൻസിന് എപ്പോഴും ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു ഡയറക്ടറാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് പല രീതിയിലാണ്. ഒരു സ്ക്രിപ്റ്റിൽ സാധാരണ നമ്മൾ സിനിമ കാണുമ്പം ചില സ്ക്രിപ്റ്റിൽ മെസ്സേജസ് ഓറിയൻറ്റഡ് ആയിരിക്കും, ചില സ്ക്രിപ്റ്റിൽ മെസ്സേജസ് ഉണ്ട്. പക്ഷേ ഈ സിനിമ എന്ന് പറയുന്നത്, ഇതിന്റെ കഥ എന്ന് പറയുന്നത് ഒരു പബ്ലിക് മെസ്സേജ് ഉണ്ട്, പിന്നെ യങ് ആൻഡ് ന്യൂ ജനറേഷൻ, ഓൾഡ് ജനറേഷൻ ഒരുമിച്ച് പോയി ഇതിൽ ബീപ്പ് സൗണ്ടോ അങ്ങനെ ഒന്നുമില്ല. ഒരു പക്ക ഫാമിലി എന്റർടൈൻമെന്റ് പ്ലസ് യങ് ജനറേഷൻ മൂവിയാണിത്. അങ്ങനെ നോക്കുമ്പോൾ സ്ക്രിപ്റ്റ് വൈസ് വളരെ ബ്രില്യൻ്റ് ആയിട്ടാണ് ജിത്തു സാർ ഇതിൽ വർക്കൗട്ട് ചെയ്തത്. എനിക്ക് തോന്നുന്നു അപ്പോൾ റോഷനി കിട്ടിയ ഒരു ബ്രേക്ക് ത്രൂ ആണ് 2013 ദൃശ്യം. ഓക്കെ, ഇനി നമുക്ക് എന്തായാലും ആദ്യത്തെ ചിത്രത്തിലേക്ക് എത്താം. +2 എന്ന സിനിമയിൽ നായകനായിട്ട് അരങ്ങേറി, മലയാള സിനിമയിലേക്ക് എത്തി. എങ്ങനെയായിരുന്നു ആ അരങ്ങേറ്റം? ആര് വഴിയായിരുന്നു, എങ്ങനെ എത്തിപ്പെട്ടു? അതെന്ന് പറയുന്നത് അതും പപ്പ വഴി തന്നെയാണ്. ഞാൻ പറഞ്ഞത് പപ്പ ഈ ഫീൽഡിലുള്ള ഒരാളാണ്. അത് ഞാൻ +2 എക്സാമൊക്കെ എഴുതി വെക്കേഷൻ റിസൾട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയത്താണ് എനിക്കൊരു ആഡ് ഫിലിം വന്നു, ഒരു LCC കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ പറഞ്ഞിട്ട്. അതിലെൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് ചെയ്തത് നമ്മുടെ ഇപ്പോഴത്തെ അമല പോളാണ്. അപ്പം അമല പോളിൻ്റെ ഫസ്റ്റ് ആഡ് ഫിലിം ആയിരുന്നു. അപ്പം എൻ്റെയും ഫസ്റ്റ് ആഡ് ഫിലിം. അപ്പം ഞങ്ങൾ രണ്ടുപേരും ആഡ് ഫിലിം വന്നപ്പം തന്നെ എനിക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഇതിപ്പം ചെയ്ത് കഴിഞ്ഞാൽ കൊള്ളാവും. എനിക്ക് അഭിനയത്തെക്കുറിച്ച് ABCD അറിയാത്ത ഒരാളായിരുന്നു. ഇപ്പോഴും അറിയില്ല, കാരണം ഇപ്പം ജനങ്ങളൊക്കെ പറയുന്നത് നന്നായി അഭിനയിച്ചു, നമ്മളെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ചെയ്യുന്നു, അത്രേ ഉള്ളൂ. അപ്പം അങ്ങനെ ആഡ് ഫിലിം വന്നു. ആഡ് ഫിലിം ഞാൻ കുറേ വീട്ടുകാരൊക്കെ നിർബന്ധിച്ചപ്പോൾ ചെയ്തു. ഫ്രണ്ട്സൊക്കെ പറഞ്ഞ നല്ലൊരു ഓപ്പർച്യൂണിറ്റി അല്ലേ, നീ പോയി അഭിനയിക്കുക. അങ്ങനെ ചെയ്ത് ആഡ് ഫിലിം ഈ ടിവിയിലും മറ്റേ ചാനൽസിലൊക്കെ ടെലികാസ്റ്റ് ചെയ്യുന്ന സമയത്തായിരുന്നു ഈ +2 ഡയറക്ടർ ഷെബി സാറ് ഈ ഹീറോ, ഈ +2 മൂവിയിലേക്ക് ഒരു ഹീറോന് ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് ഓഡിഷൻ വെച്ചിട്ടുണ്ട്. ഈ മൂവിയുടെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇതിലെ ഹീറോ ഒരു കാറ്റേഡ് ബോയ് ആയിരിക്കണം. അപ്പോൾ പൂച്ചക്കണ്ണുള്ള പേർക്കുള്ള ഒരു പ്രത്യേക ഓഡിഷനായിരുന്നു അത്. എന്നെ ഈ ആഡ് ഫിലിം കണ്ടിട്ട് ഷെബി സാറ് പപ്പ വഴി കോൺടാക്ട് ചെയ്തിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ട്രിവാൻഡ്രത്ത് ഇന്നൊരു സ്ഥലത്ത് പോകാന്ന് പറഞ്ഞു. ഞാൻ അവിടെ ചെന്നപ്പോൾ ഒരു 10-50 ആൾക്കാർ, പൂച്ചക്കണ്ണുള്ള ആൾക്കാർ ഇരിക്കുകയാണ്. ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ ഞാൻ എല്ലാവരും നോക്കി, അപ്പൊ എല്ലാവരും സ്ക്രീൻ ടെസ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ. അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞാൽ അവിടെ വെയിറ്റ് ചെയ്യുന്നു പറഞ്ഞു. അവിടെ വെയിറ്റ് ചെയ്തിരുന്നു. ഞാൻ പപ്പയോട് പറഞ്ഞു, പപ്പ സിനിമയിലേക്കൊന്നും ഞാനില്ല, എനിക്ക് സിനിമ അഭിനയം എന്നൊക്കെ പറയുന്നത് അതൊക്കെ എന്താ സംഭവങ്ങളാണ്, അതൊക്കെ പറഞ്ഞവർക്ക് ചെയ്യാൻ പറ്റിയ സംഭവങ്ങളാണ്. പപ്പ പറഞ്ഞു, നീ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യ്, കാരണം ഒരുപാട് പേര് ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി, ഞാനൊക്കെ കുറെ ഇതിന്റെ പുറകെ ഓടിയിട്ടുണ്ട്, നീയൊക്കെ ഇങ്ങോട്ട് വന്ന ഓപ്പർച്യൂണിറ്റി തള്ളിക്കളയല്ലേ, നീ സിനിമയിലൊക്കെ അഭിനയിച്ച് സ്റ്റാർ ആയിട്ട് ജാടയിട്, അതിന് മുമ്പേ ജാടയിടലൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ ഡയറക്ടറെ പോയി കണ്ടു. ഡയറക്ടർ അതിൽ നിന്ന് സ്ക്രിപ്റ്റ് ഒരു ഫുൾ സ്റ്റോറിയിൽ നിന്ന് ഒരു സ്ക്രിപ്റ്റ് ഒരു പേജ് എടുത്തിട്ട് ഒരു സെന്റിമെന്റൽ ഡയലോഗ് ആയിരുന്നു, ഇതൊന്നും ചെയ്ത് കാണിക്കുന്നു, ഇതൊന്നും ചെയ്ത് കാണിക്കുന്നു, സെന്റിമെന്റ്. ഞാൻ എനിക്ക് അറിയാവുന്ന രീതിയിലൊക്കെ ചെയ്തു, ഇങ്ങനെ കുഴപ്പമില്ലാതെ ചെയ്തു. സാറ് പറഞ്ഞു ഞാൻ വിളിക്കാന്ന് പറഞ്ഞു. ഞാൻ കരുതി രക്ഷപ്പെട്ട് ഒക്കെ തീർന്ന് തീരുമാനമായി. 2-3 ദിവസം കഴിഞ്ഞപ്പോഴുണ്ട് പപ്പയ്ക്ക് ഒരു കോള് വരുന്നു, നെക്സ്റ്റ് വീക്ക് ഫോട്ടോഷൂട്ടാണ്, മൂവിയുടെ റോഷനാണ് ഹീറോ എന്ന് പറഞ്ഞു. അപ്പം തന്നെ അറിയാലോ എങ്ങനെയായിരിക്കും നമ്മളെ അവസ്ഥ. ഞാൻ രക്ഷപ്പെട്ടു, ഒരുമിച്ച് പറഞ്ഞു. അങ്ങനെയാണ് ഈ സിനിമ +2 എൻട്രി എന്ന് പറയുന്നത്. ആ സിനിമ കണ്ട് ഇറങ്ങിയതിന് ശേഷം റോഷന് തോന്നിയിട്ടുണ്ട് ഒരുപാട് സീൻസ് കുറച്ച് നന്നാക്കാമായിരുന്നു? തീർച്ചയായിട്ടും ഒരുപാട് സീൻസ് തോന്നി. കാരണം നമ്മളൊരു ഫസ്റ്റ് പടമാണ്, നമുക്കൊരു ബേസോ ഒരു കാര്യങ്ങളൊന്നുമില്ല. അഭിനയത്തെക്കുറിച്ച് എന്താണെന്ന് അറിയാത്ത സമയത്താണ് നമ്മളൊരു സിനിമയിലേക്ക് കാസ്റ്റ് ചെയ്യുന്നത്. അതും വലിയൊരു ഹീറോ ആയിട്ട് തന്നെ നമുക്ക് ഫസ്റ്റ് മൂവിയിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് കണ്ടിറങ്ങിയപ്പോൾ എനിക്ക് ഒരുപാട് പോരായ്മകൾ തോന്നി. അപ്പം എനിക്ക് ഫസ്റ്റ് മൂവിയിൽ എന്താ നമ്മളെ കുറച്ച് റൊമാൻറ്റിക് ആയിട്ടുള്ളൊരു പക്വത ഇല്ലാത്തൊരു ക്യാരക്ടറാണ് അതിൽ ചെയ്തത്. അപ്പോൾ അതിൽ
എന്തൊക്കെ ഒരുപാട് വരുത്ത് അനിയും ചെയ്യാമെന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. എന്തുകൊണ്ടാണ് അറിയില്ല, എൻ്റെ അഭിനയം ഇഷ്ടപ്പെടുന്നതാണ്. എനിക്കറിയില്ല. ഈ ഒരു +2 സിനിമ കഴിഞ്ഞപ്പോഴേക്കും ഇറങ്ങി അത്യാവശ്യം ഒരു പൂച്ചക്കണ്ണുള്ളൊരു നായകൻ വന്നു, മലയാള സിനിമയിലേക്ക് എത്തി. ഒരുപാട് ഫാൻസ് ഒക്കെ വന്നിട്ടുണ്ടാവില്ല അല്ലേ? ഫാൻസൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിലാണെങ്കിൽ തന്നെ കുറച്ച് എന്താ പറയുക, നല്ല മിടുക്കി കുട്ടികളൊക്കെ കാണുന്ന സമയത്ത് ഈ പൂച്ചക്കണ്ണുള്ള നായകന് വല്ല അഭിനിവേശം വല്ല തോന്നിയിട്ടുണ്ട്? അഭിനിവേശമല്ല, നമ്മളെ ഇപ്പോൾ നമ്മള് സിനിമ കണ്ടിട്ട് ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ആരെങ്കിലും അവരുടെ റിവ്യൂ നമ്മളെ അറിയിക്കുമ്പോൾ നമ്മളൊരു സന്തോഷമുണ്ട്. കാരണം നമ്മൾ പബ്ലിക്കായി, നമ്മൾ ഇതുവരെ നമ്മൾ ഒതുങ്ങി നമ്മളെ കുറിച്ച് ആർക്കും ഒന്നും അറിയില്ല. നമ്മൾ പബ്ലിക്കായി നമ്മൾ ചെയ്ത സിനിമകൾക്ക് പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്നു, അത് വീണ്ടും വീണ്ടും കാണുന്നു എന്ന് പറയുമ്പം നമുക്ക് സന്തോഷമാണ്. കാരണം ഈ +2 എന്ന സിനിമ തിയേറ്ററിൽ വരെ ഓടിയിട്ടൊന്നും ഇല്ലെങ്കിലും അത് ചാനലിൽ വന്നപ്പോൾ മഹാ ഹിറ്റായിരുന്നു. കാരണം എനിക്ക് തോന്നുന്ന സൂര്യ ടിവിയിലും കിരൺ ടിവിയിലൊക്കെ അത് ഒരുപാട് പ്രാവശ്യം വന്നിട്ട്. പിന്നെ അഭിനയിച്ചത് റെഡ് ബൈ അല്ല, അതിനുശേഷം പിന്നെ ഞാൻ നെഗറ്റീവ് ഷെയ്ഡുള്ള ഒരു ക്യാരക്ടർ വില്ലനായിട്ട് ചെയ്തു. ഇന്നാണ് ആ കല്യാണം എന്ന് പറഞ്ഞ രാജസേൻ സാറുടെ ഒരു മൂവി ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ടൂറിസ്റ്റ് ഹോം ചെയ്തു. പിന്നെ അതൊരു സിംഗിൾ ഷോട്ട് മൂവിയായിരുന്നു. അത് മലയാളത്തിലെ ഒരു എക്സ്പെരിമെന്റൽ മൂവി എന്നൊക്കെ പറയാം. അതിന്റെ ഡയറക്ടർ എന്ന് പറയുന്നത് നമ്മുടെ +2 ഡയറക്ടറായിരുന്നു. അദ്ദേഹം ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ടായിരുന്നു, യങ്സ്റ്റേഴ്സ് കുറെ പേരുണ്ടായിരുന്നു. അതിലെന്ന് പറഞ്ഞാൽ ഞാനും മീരാനന്ദൻ, എൻ്റെ ഓപ്പോസിറ്റ് മീരാനന്ദനായിരുന്നു. അപ്പൊ അതൊരു ട്രീറ്റ്മെന്റ് വൈസ് നോക്കുമ്പോൾ അതൊരു എക്സ്പെരിമെന്റൽ മൂവിയായിരുന്നു. അതിന് കമേഴ്ഷ്യലി വലിയ കാര്യമൊന്നും ഇല്ലെങ്കിലും അത് ക്ലാസ് അല്ലെങ്കിൽ ഒരു UK ഫിലിം ഫെസ്റ്റിവലിനൊക്കെ സെലക്ട് ചെയ്തൊരു സിനിമയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്തത് റെഡ് വൈൻ ആയിരുന്നു. റെഡ് വൈൻ സലാം ബാബു സാറുടെ മൂവി. അതിൽ ലാലേട്ടൻ, ഫഹദ്, ആസിഫ് എല്ലാവരും ഉണ്ട്. അതിലെനിക്ക് ലാലേട്ടൻ്റെ കൂടെയും ഫഹദിൻ്റെ കൂടെയും കോമ്പിനേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് എനിക്ക് ദൃശ്യം ശരിക്കും എനിക്ക് ആ ലാലേട്ടൻ്റെ കൂടെയുള്ള ഒരു എക്സ്പീരിയൻസ് എനിക്ക് ശരിക്കും ആ സിനിമ ചെയ്യാൻ ഇൻസ്പയർ ആയി. ഇപ്പോൾ ദൃശ്യം എന്ന് പറയുന്ന സിനിമയിൽ ജീത്തു ജോസഫ് ഇതുപോലെ തന്നെ പൂച്ചക്കണ്ണുള്ള ആരെങ്കിലും ആണ് അന്വേഷിച്ചത്? അങ്ങനെയൊന്നുമില്ല. കാരണം ഇതില് ആ പൂച്ചക്കണ്ണ് എന്ന് പറയുന്നത് ഒരു +2 ഇത് മാത്രമാണ്. അതെന്ന് പറയുന്നത് ജിത്തു സാർ എന്നെ കണ്ടപ്പം പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് സിനിമയിൽ കുറച്ച് സീൻസ് റോഷനുള്ളൂ, പക്ഷേ എന്നാൽ കൂടെ ആ കുറച്ച് സീൻ റോഷൻ എത്രത്തോളം നന്നാക്കുന്നോ അത്രത്തോളം റോഷൻ അത് ഫ്യൂച്ചറിന് ഗുണം ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കരുതി അത് നോർമലി എല്ലാ ഡയറക്ടറും പറയുന്നതായിരിക്കും. പക്ഷേ സിനിമ ഇറങ്ങി കഴിഞ്ഞപ്പോഴാണ് ഞാൻ പോലും പ്രിവ്യൂ കണ്ടിട്ടില്ല. കാരണം അത് മൊത്തം ആ ഒരു ടീം കാണുക, ഹെവി ബ്രാൻഡ് മൂവിയാണ്. അപ്പോൾ അവരുടെ ടീമിന് എപ്പോഴും ഒരു ഇതുണ്ടാവും, ഒരു ഫ്രെയിം ഉണ്ടാവും. ആ സിനിമ പബ്ലിക് ആക്കാൻ പറ്റാത്തൊരു സിനിമയാണ്. അപ്പം അത് ഇറങ്ങിയപ്പം എനിക്ക് തോന്നി, ഞാൻ ചെയ്തത് എനിക്ക് എന്നെ അപേക്ഷിച്ച് ഞാൻ നന്നായി ചെയ്തിട്ടുണ്ട്, നല്ല ഫീഡ്ബാക്സും ഉണ്ട് തീർച്ചയായിട്ടും. അപ്പൊ ആ സിനിമ കംപ്ലീറ്റ് കൊണ്ടുവന്ന വരുൺ എന്ന ക്യാരക്ടറിനെ ബേസ് ചെയ്തിട്ടാണ് അതിന്റെ സ്റ്റോറി മൂവി. അതെന്തായാലും ആ ചിത്രം കണ്ടിറങ്ങിയ എല്ലാവരും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മർമ്മപ്രധാനമായ ഒരു റോള് തന്നെ ചെയ്തിരിക്കുന്നത്. ഒരു മഞ്ഞക്കാറും ഒരു മൊബൈൽ ഫോണുമായിട്ട്. എങ്ങനെയാണ് സ്വന്തം ജീവിതത്തിൽ മഞ്ഞക്കാർ തന്നെയാണോ? ഇല്ല, ജീവിതത്തിൽ കറുത്ത കാറാണ്. മൊബൈൽ ഫോൺ വെള്ളയാണ്. അതിലെ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ വരുൺ എന്ന ക്യാരക്ടർ മൊബൈലിലൂടെയാണ് മെയിൻ ആയിട്ടുള്ള കഥയുടെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള സംഭവം ചെയ്യുന്നത്. അപ്പോൾ റിയൽ ലൈഫിൽ അങ്ങനെ മൊബൈലിനോട് ക്രൈസ് ഉണ്ടോ? ഇങ്ങനെ വീഡിയോസ് ഒക്കെ എടുക്കാനും? നമ്മള് നോർമലി നല്ല വീഡിയോസ് ഒക്കെ എടുക്കും, അല്ലാതെ പെണ്ണുങ്ങളെ വീഡിയോസ് ഞാൻ ചോദിച്ചില്ല പെണ്ണുങ്ങളുടെ എന്നുള്ളത്. അല്ല, അങ്ങനത്തെ വീഡിയോസ് ഉണ്ടെന്ന് വെച്ചപ്പോ നമുക്ക് ഗസ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ പടം കണ്ട ഒരാളാണ്. രക്ഷപ്പെട്ടിരിക്കുന്നു.